പട്ടയത്തിനൊക്കെ പലപ്പോഴും അപേക്ഷ കൊടുത്തു, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് നോട്ടീസ് തന്നിരിക്കണേ, അതിന് അപേക്ഷയൊക്കെ കൊടുത്തു, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് വയസ്സായിട്ട് വരിക, എനിക്ക് വേറെ ആരും ആശ്രയിക്കാനില്ലേ. സാർ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ക്ലർക്കിനെ വിളിക്കോ സതീഷ്, ആ ഫയൽ തിരിച്ചു കൊണ്ടുവരാൻ പറയൂ. അത്രയും പറഞ്ഞാൽ മതി പ്ലീസ്. ആ ക്ലർക്ക് സതീഷിനെ ഒന്ന് വിളിക്കണം. ക്ലർക്ക് സതീഷിനെ വിളിക്കൂ. അന്ന് കളക്ടറേറ്റിലേക്ക് പോകുമ്പോൾ സഹായിക്കാൻ മകനൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം മോനുമില്ല, അവനൊരു അപകടം പറ്റി മരിച്ചും പോയി. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായോ, ഇപ്പോൾ ആശ്രയിക്കാൻ വേറെ ആരും ഇല്ല. സ്റ്റേജിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാലും ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ തിരക്കിടില്ലായിരുന്നു. ഇപ്പോൾ വില്ലേജിൽ പോയാൽ അവർ തഹസിൽദാരെ കാണാൻ പറയുകയാണ്. അവിടെ 2 തവണ പോയതാണ്. ഞങ്ങളിങ്ങനെ ഓഫീസിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകാമെന്നല്ലാതെ വേറെ എവിടെയും പോകാനില്ല ഞങ്ങൾക്ക് വേറെ. ഹലോ, അഡ്വക്കേറ്റ് ജയപാലൻ സാർ. അതെ സാർ നമസ്കാരം. ഞങ്ങൾ അയ്യങ്കാളി പടയുടെ പ്രവർത്തകരാണ്. പാലക്കാട് കളക്ടറെ ബന്ദിയാക്കി. അറിഞ്ഞു. എന്തിനാ എന്നെ വിളിച്ചത്? ഞങ്ങൾ സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ മധ്യസ്ഥനായി താങ്കൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മധ്യസ്ഥനായിട്ടോ? ഞാനോ? ഒരു നിയമവിദഗ്ധനായ താങ്കൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു സാർ. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയുടെ താങ്കളുടെ പേര് ഞങ്ങൾ നിർദ്ദേശിച്ചത്. അല്ലല്ല, അത് ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണെന്ന് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് നിഷ്പക്ഷരും നീതിബോധമുള്ളവരായിട്ട് സംസാരിക്കണം സാർ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെന്നെ വിളിച്ചത്. ഈ പ്രോസസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് നീക്കാൻ സർക്കാർ തന്നെ വിചാരിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാലോ. നോക്കാം കേട്ടോ. ചീഫ് സെക്രട്ടറി മുൻകൈ എടുക്കണമെന്ന് അദ്ദേഹം പറയണം. എൻ്റെ വിശ്വാസം അദ്ദേഹം വരുന്നു. നോക്ക്. താഴെ വലിയ പ്രശ്നമാണ്. MP MLA ഒക്കെ വന്നിട്ടുണ്ട്. ഇഷ്യൂണ് സർ. ഹാൻഡിൽ ഇറ്റ് ഗോ. ഇതൊരു സ്റ്റേ ഓർഡറാണ്. ഈ ഓർഡർ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്ന വരെ നിങ്ങൾ എവിടെയും പോകണ്ട, അവിടെ തന്നെ താമസിച്ചോളൂ. അതെല്ലാം ആ ഉത്തരവിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ? വലിയ പറയാം സാറേ. ഓ
കളക്ടറുടെ ചേംബറിൽ ഒരു ബ്ലാസ്റ്റ് നടന്നു. സ്ക്വാഡിൽ കയറാൻ ശ്രമിച്ചതാ. തിരിച്ചു വിളിക്കുക. IG കണക്ട് ചെയ്യും. പവർ ഓഫ് ചെയ്യാൻ പറയും. ആരെങ്കിലും ഒന്ന് ചെന്ന് അവരോട് സംസാരിക്കൂ. SP ക്ക് പൊക്കൂടെ? ഏയ് സച്ചിൻ, IG ചന്ദ്രൻ മാത്രമേ അവിടെ ഉള്ളൂ. ഫ്രാൻസിസ് ചാക്കോ അവിടെ? സർ 3-4 മണിക്കൂർ എടുക്കില്ലേ ബൈ റോഡ്? മീഡിയേറ്റേഴ്സിന് അതെന്തായി? സർ ജസ്റ്റിസ് ആയ ബാംഗ്ലൂരിലാണ് സർ. അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു സാർ. കുറച്ചൊരു സമയം. ഒരു ഗുരുതരമായ കൃത്യവിലോപമായിട്ട് ഞങ്ങൾ ഇപ്പൊ അകത്തേക്ക് വന്നു, അത്ര സേഫ് അല്ല, അതുകൊണ്ടാണ്. സംസാരിക്കാം സാർ. എന്ത് സംസാരിക്കാം? എടാ ഇതുപോലെ സിറ്റുവേഷൻ പോലും ഹാൻഡിൽ ചെയ്യാൻ അറിയാതെ വിളിച്ചേക്ക് നിങ്ങളോടൊക്കെ എന്ത് സംസാരിക്കാം? ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ. സർ, IG ചന്ദ്രൻ. നിങ്ങൾ എന്താണ് അവിടെ ചെയ്ത് കൂട്ടുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ജസ്റ്റ് ഒരു എക്സ്പ്ലോഷൻ സൗണ്ട് കേട്ടു കളക്ടർ ഓഫീസിൽ നിന്ന്. ഇല്ല സർ, കാഷ്വാലിറ്റി ഒന്നുമില്ല. പക്ഷേ എവറിഥിങ് അണ്ടർ കൺട്രോൾ സർ. എന്താ കൺട്രോൾ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. NSG കമാൻഡോസ് എത്തുന്നുണ്ട്. അതുവരെയും ഒന്നും വേണ്ട. സർ, തീർച്ചയില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കണ്ട പ്ലീസ്. കളക്ടറെ തിരിച്ചു കിട്ടും വരെ നമ്മൾ ഒന്നിനും നിൽക്കരുത്. ഒരുത്തരെ ഞങ്ങൾ വെറുതെ വിടും. സർ പ്ലീസ് പ്ലീസ് ഒന്ന് സംസാരിക്കും. ഞങ്ങൾ കുറച്ച് സമയം കൂടെ ഉണ്ടാവും സർ. അതിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും സർ. പ്ലീസ് നിങ്ങളിവിടെ തന്നെ കാണും, സൂക്ഷിച്ചോ. നിങ്ങൾ എന്ത് മണ്ടത്തരാ ചെയ്യുന്നത്? ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിയോ? അവിടെ ഇരിക്കേ, അല്ലെങ്കിൽ കൊല്ലും. അത്രയല്ലേ ഉള്ളൂ. ഇവിടെ സാറേ, ഞാനും സമരങ്ങൾ കണ്ട് വളർന്ന ഒരാളാണ്. പിന്നെ ഐ എം ഓൾവേസ് വിത്ത് ദ ഡൗൺ ട്രോഡൻ. എന്നിട്ട് സാറിന് എന്താ ചെയ്യാൻ പറ്റിയത്? ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് സാർ. നോ, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാനിവിടെ പോസ്റ്റ് എടുത്തിട്ട് 40 ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 10 ദിവസം മുമ്പ് വരെ ഇവിടുത്തെ ആദിവാസി മേഖലയിൽ കയ്യേറ്റം ചെയ്ത ഭൂമി തിരിച്ചെടുക്കാനുള്ള ആക്ഷൻ എടുത്ത ഒരാളാണ് ഞാൻ. ഞാനിത് ചെയ്തത് ഹൈക്കോടതി ഉത്തരവുള്ള മുഖം മാത്രമല്ല, അത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്. എന്നിട്ട് എന്തായി? സാർ അഗളിയിൽ ആക്ഷൻ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് സാർ. ഉച്ചയോടുകൂടി നിങ്ങൾക്ക് നടപടികൾ നിർത്തിവെച്ച് പോയത് വന്നില്ലേ? സാറിന്റെ കൺമുന്നിൽ വെച്ചല്ലേ പോലീസ് പിൻവാങ്ങിയത്? അതിന് പല കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്രഷർ, അത് വേറെ ഡിസ്കഷൻ. സോറി വാട്ട് നോൺസെൻസ്. സർ അഡ്വക്കേറ്റ് ജയപാലൻ സർ. സാർ നമസ്കാരം. പറയൂ സാർ. പാലക്കാടിന് നടന്നത് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. കുറച്ച് മുമ്പ് അവരിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഒരു മീഡിയേറ്റർ ആവണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാണോ ഞാൻ വിളിച്ചത്? ഇത് സർക്കാരിൻ്റെ അഭ്യർത്ഥനയായി കണക്കാക്കണം. കളക്ടർ ചേംബർ ഫസ്റ്റ് ഫ്ലോർ. അത് എത്രത്തോളം ഈസിയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ഉടനെ തന്നെ പാലക്കാട്ടേക്ക് പുറപ്പെടുകയാണ്. എങ്കിൽ സാർ മാധ്യമങ്ങളെ അറിയിക്കും. അഡ്വക്കേറ്റ് ജയപാലൻ മീഡിയേഷന് വേണ്ടി പാലക്കാട്ടേക്ക് പുറപ്പെട്ടു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ അവരുമായി സംസാരിക്കുന്ന സമയത്ത് മറ്റൊരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലീസിനെ കുറിച്ചാണ്. ഒരു മീഡിയേറ്ററായ ഞാൻ പോലും ഒരു ബന്ദിയാകുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ്. हॅलो अजय. हॅलो मालिनी. आपल्या घराभोवती एवढा पोलीस बंदोबस्त काय? मला कळत नाही नेमकं काय चाललंय. मालिनी, डोंट पॅनिक. ഞാൻ തിരിച്ചു വിളിക്കാം. मिनिस्टर मेनन सरांचा कॉल आला होता. ते म्हणत होते की NSG आणि आरएफ आले तिकडे. खूप सिरियस आहे का काही? I'll call you back, Malini. I'll call you back. हॅलो हॅलो. ബട്ട് സാർ, പോലീസ് വെറുതെ കൈയും കെട്ടി നോക്കി നിന്നു എന്ന് പറയരുത്. പോലീസ് ആക്ഷൻ എടുത്താലോ ആക്ഷേപം ഉണ്ടാവും. സാറിനും അറിയാമല്ലോ, ഇതൊരു റിയാലിറ്റിയാണ്. ഇനിയും ഇതേപോലുള്ള അൺട്രസ്റ്റ് ഉണ്ടായാൽ അത് നമ്മൾ ആലോചിക്കണം. ഇതൊരു പാഠമാവണ്ടേ?
ഇല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മളൊരു പരാജയമാണെന്ന് വരും. NSC വരിക എന്ന് പറഞ്ഞാൽ ഇതിന് ദേശീയ ശ്രദ്ധ കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നുവെച്ചാൽ നമ്മൾ വിജയിച്ചു അല്ല സഖാവേ? ബാലു, NSC നമ്മൾ കയറിയടിച്ച എന്താ നമ്മുടെ പ്ലാൻ? കയ്യിലുള്ളതെല്ലാം എടുത്തിട്ട് കത്തിക്കാം. അത് കഴിഞ്ഞാലോ? കളക്ടറല്ലേ കയ്യിലുള്ള. അദ്ദേഹത്തെ കൊല കൊടുക്കാൻ പറ്റില്ലല്ലോ. ഭരിക്കാൻ പേടിയുണ്ടോ?